ഫ്രെയിം ഇല്ലസ്ട്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിളാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതുപോലെ കോഡ് നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ കോഡിങ് പഠിക്കില്ല, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. അപ്പോൾ അസൈൻമെൻറ്റിൻ്റെ ഷീറ്റിൽ ഈ കോഡൊക്കെ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ തന്നെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഗൂഗിൾ കൊളാബിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ അത് തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും ഉപയോഗിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കോഡിനകത്ത് ഞാൻ ഇവിടെ ലൈൻ നമ്പർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഓരോ ടാബും 4 സ്പേസ് വീതമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ കോഡ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ വരിയിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് എന്താണ്? പാണ്ട എന്നുള്ള ആ ഒരു ലൈബ്രറി നമ്മളിപ്പോൾ എടുത്തുകൊണ്ട് വരണം. അതെ, ഇമ്പോർട്ട് പാണ്ടയാണ് ചെയ്തേക്കുന്നത്. അതിനെ സാധാരണ നമ്മൾ PD എന്നുള്ള ഒരു ഷോർട്ട് ഫോമിലാണ് ഇമ്പോർട്ട് ചെയ്യുക. അതാണ് ഒരു സ്റ്റാൻഡേർഡ് ഫോം. പിന്നെ DF എന്ന് പറയുന്നത് ഞാനൊരു ഡേറ്റ ഫ്രെയിം എന്നുള്ള ഉദ്ദേശത്തിൽ DF എന്നാണ് വേരിയബിളിന് പേര് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഓർക്കുക, ചെറിയൊരു എക്സാമ്പിൾ കോഡൊക്കെ ആണെങ്കിൽ DF എന്ന് തന്നെ പേര് കൊടുത്താൽ മതി. പക്ഷേ നിങ്ങൾ എഴുതുന്ന കോഡ് ഇത്തിരി വലിയ കോഡാണ്, കൂടുതൽ അനാലിസിസ് ഒക്കെ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ട് ആ വേരിയബിളിന് പേരിടും. ഓക്കെ, ഇനി PD.data ഫ്രെയിം എന്ന് പറയുന്നത് ഒരു ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. ഈ ഒരു രീതിയിൽ മാത്രമല്ല, പല രീതിയിൽ നമുക്ക് ഡേറ്റ ഫ്രെയിം ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് PD.data ഫ്രെയിം. എന്നിട്ട് ഞാൻ ഇനി ഇൻപുട്ട് കൊടുക്കുന്നത് ഡിക്ഷണറി എന്താണ് എന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കീ ഉണ്ട്. നെയിം എന്നുള്ള കീയിന് 2 കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, 2 ഡേറ്റയാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ ഏജ് എന്നുള്ള കീയിലും ഞാൻ 2 കാര്യങ്ങളാണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എന്താണ്? അജയ് എന്നുള്ള ഒരു പേരുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏജ് എന്ന് പറയുന്നത് 21. രാഹുൽ എന്നൊരു പേരുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏജ് എന്ന് പറയുന്നത് 23. അതാണ് ഈ ഡിക്ഷണറിയുടെ അർത്ഥം. അപ്പോൾ ഈ ഡിക്ഷണറിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആ ഡിക്ഷണറിയെ ഒരു ഡേറ്റ ഫ്രെയിമായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ഈ കോഡ് കൊണ്ട് ചെയ്യുന്നത്. എന്നിട്ട് അവസാനം ഞാൻ ആ ഡേറ്റ ഫ്രെയിം പ്രിൻറ്റ് ചെയ്യാനും കൂടെ പറയുന്നുണ്ട്, അതായത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾ നോക്കുക, അതിൻ്റെ ആദ്യത്തെ റോ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ കീ ആയിരിക്കും. ഓക്കെ, അതായത് നെയിമും ഏജുമാണ് ആദ്യത്തെ കോളത്തിൽ വരുന്നത്, ആദ്യത്തെ റോയിൽ വരുന്നത്. എന്നിട്ട് അതിൻ്റെ കോളം നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു കോളം ഉണ്ട്, നമ്മൾ കൊടുത്തിട്ടില്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, അതെന്താണെന്ന് പിന്നെ പറയാം. രണ്ടാമത്തെ കോളം നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ട് അജയുമുണ്ട് രാഹുലും ഉണ്ട്, നമ്മൾ അങ്ങനെ തന്നെയാണ് കൊടുത്തത്. ആൻഡ് മൂന്നാമത്തെ കോളം അതിന് കറസ്പോണ്ടിങ് എന്ന് വെച്ചാൽ ഏജിന് കറസ്പോണ്ടിങ് ആയിട്ട് അജയുടെ ഏജ് 21 ആയിരുന്നു, രാഹുലിൻ്റെ ഏജ് 23 ആണ്. നമ്മൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കൊടുത്തിട്ടില്ലാത്ത ഈ ആദ്യത്തെ കോളം എന്ന് പറയുന്നത് അത് ഇൻഡെക്സാണ്. നമ്മൾ പ്രത്യേകിച്ച് കൊടുത്തില്ല എങ്കിൽ പോലും പൈത്തൺ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു ഇൻഡെക്സ് തുടങ്ങും. അപ്പോൾ ഡിഫോൾട്ട് രീതി എന്ന് പറയുന്നത് 0, 1, 2, 3 അങ്ങനെയാണ് ഇൻഡെക്സിങ് ഇതിനകത്ത് ചെയ്യുന്നത്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് അടുത്തൊരു എക്സാമ്പിളാണ്. ഇവിടെ ഞാൻ ഡിക്ഷണറി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യത്തെ വരിയിൽ മാറ്റമൊന്നുമില്ല, പാണ്ടാസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. അടുത്ത ലൈനിൽ ഞാൻ എന്ത് ചെയ്തു? ഡേറ്റ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഡിക്ഷണറിയാണ് കൊടുത്തേക്കുന്നത്. അതിനകത്ത് കീസ് നെയിമുണ്ട്, ഏജ് ഉണ്ട്, മാർക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് ഒരു ഡേറ്റ ഫ്രെയിമായിട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് ബിന്ദുവിൻ്റെ ഏജ് 20, ബിന്ദുവിൻ്റെ മാർക്ക് 85, ദീപുവിൻ്റെ ഏജ് 21, ആളുടെ മാർക്ക് 90, മരിയയുടെ ഏജ് 19, ആളുടെ മാർക്ക് 88. അതാണ് നമ്മളുടെ ഡേറ്റ. അപ്പം ആ ഒരു ഡേറ്റ ഫ്രെയിമിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന എക്സാമ്പിളിനകത്ത് ഞാൻ ആ ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്ന അതേ ലൈനിൽ തന്നെയാണ് ഈ ഡേറ്റ ടൈപ്പ് ചെയ്ത് കൊടുത്തിരുന്നത്. ഇവിടെ ഞാൻ ഡേറ്റ ആദ്യമേ തന്നെ ഒരു ഡിക്ഷണറി എന്നൊരു വേരിയബിളിനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡിക്ഷണറി വേരിയബിളിനെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പല രീതിയിൽ ചെയ്യാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡെക്സിങ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇൻഡെക്സ് തുടങ്ങുന്നത് 0-ലാണ്. പിന്നെ നിങ്ങൾ കൊടുത്തേക്കുന്ന ഓരോ കീയും ആണ് എന്ത്
ഓരോ കോളമായിട്ട് വരുന്നത്. റൈറ്റ്? ഓരോ റോ എന്ന് പറയുന്നതും ഓരോ ഇൻഡിവിജ്വൽ ഡേറ്റകളാണ്. അതായത് ബിന്ദുവിൻ്റെ ഡേറ്റയാണ് 0 എന്നുള്ള റോയിൽ വരുന്നത്, ദീപുവിൻ്റേത് ഈ റോയിൽ വരും, മറിയയുടേത് അടുത്ത റോയിൽ വരും, അങ്ങനെയാണ്. ഇനി വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പം ഞാൻ നേരത്തെ കാണിച്ച എക്സാമ്പിളിനകത്ത് ഞാൻ ഡിക്ഷണറി ഉപയോഗിച്ചിട്ടാണ് ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തത്. ഈ എക്സാമ്പിളിനകത്ത് ഞാൻ ഒരു നമ്പി അറേ ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ നമ്പി അറേസ് നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ന്യൂമറിക്കലായിട്ടുള്ള ഡേറ്റയാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾക്ക് വളരെ സൗകര്യമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അറേ വെച്ചിട്ടാണ്. അപ്പോൾ ആ അറേയെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഡേറ്റ ഫ്രെയിമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്പി അറേക്കകത്ത് ഈ കോളത്തിന് പേരൊന്നുമില്ല. റൈറ്റ്? റോസും കോളവും ഉണ്ട്, അതിനകത്തൊക്കെ ന്യൂമറിക്കൽ ഡേറ്റ ആവും ഉണ്ടാവുക. അതിന് കോളത്തിൻ്റെ പേര് നമ്മൾ സ്പെഷ്യലായിട്ട് എക്സ്ട്രാ ആയിട്ട് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസമുള്ളത്. ഓക്കെ, ഞാനിവിടെ ഒരു മാർക്സ് ഡേറ്റ എന്നും പറഞ്ഞുകൊണ്ടൊരു നമ്പി അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ ഡേറ്റ ഫ്രെയിമിലേക്ക് ഞാൻ എന്താണ് pd.data_frame എന്നുള്ള അതേ കമാൻഡ് വെച്ച് തന്നെയാണ് ഇപ്പോഴും ഉണ്ടാക്കുന്നത്. മാർക്ക് ഡേറ്റയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ആൻഡ് അതിൻ്റെ കോളത്തിൻ്റെ പേര് 2 കോളമാണുള്ളത്. അപ്പോൾ ആ 2 കോളത്തിൻ്റെയും പേര് ഒന്ന് മാത്സ് എന്നും വേറെ സയൻസ് എന്നും ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഈ കേസിൽ അതായത് നിങ്ങൾ അറേന്നാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ കീ അവിടെ ഉണ്ടാവില്ല, നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യേണ്ടി വരും. സോ ഇത് റൺ ചെയ്ത് കാണിക്കാം. സോ ഇതാണ് നമ്മളുടെ ഡേറ്റ ഫ്രെയിം എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഡെക്സ് വന്നു, മാത്സ് എന്നൊരു കീ ഉണ്ട്, മാത്സിന് താഴെ 85ഉം 78ഉമാണ് മാത്സിൻ്റെ മാർക്കുകൾ, സയൻസിൻ്റെ താഴെ 90ഉം 88ഉമാണ് സയൻസിൻ്റെ മാർക്കുകൾ. ഓക്കെ, ഇത് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്പി അറേയിൽ പലതരം കാര്യങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഓൾറെഡി ഒരു നമ്പി അറേ ഉണ്ട് എങ്കിൽ അതിനെ നമുക്ക് ഒരു ഡേറ്റ ഫ്രെയിമായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് എങ്ങനെ എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു വെക്കുന്നത്. ഇനിയിപ്പോൾ കാണിക്കാനുള്ളത് ഫയലിൽ നിന്ന് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതാണ് പ്രാക്ടിക്കലി നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ടാവുക. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട്